ഇന്നിപ്പോ ജൂലൈ 30. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭം നടന്നിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ചാനലുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കാണുകയാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം. ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് ചാനലുകളിൽ പലതും ലൈവ് ഇട്ടു. കരഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാവരും കണ്ട കാഴ്ചയാണ്. 790 കോടി രൂപ ആ ചൂരൽമല പ്രദേശത്തെ ദുരിതത്തെ മുൻനിർത്തി ഗവൺമെന്റ് സമാഹരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തേ മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് പ്രദേശത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാത്തത്? 790 കോടി മാത്രമാണോ കയ്യിലിരിക്കുന്നത്? അല്ല. 2018 പ്രളയത്തിന്റെ സമയത്തടക്കം സമാഹരിച്ച 3000-പരം കോടി രൂപ ഇരിക്കുന്നുണ്ട് സർക്കാരിന്റെ കയ്യിൽ. എന്തുകൊണ്ട് ജനങ്ങളെ മാന്യമായി പുനരധിവസിപ്പിക്കാത്തത്? മനുഷ്യനെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എന്താണ് വലിയ ഗവൺമെന്റിന്റെ പണി? ഇതെല്ലാം മറന്നിട്ടാണ് ഇതേപോലെയുള്ള വലിയ പ്രോജക്റ്റുകളുമായിട്ട് ഗവൺമെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഗവൺമെന്റ് എടുക്കേണ്ടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭീകരമായ വിലക്കയറ്റത്തെ കുറിച്ചാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയ്ക്ക് മേലെ പോയി. എന്തിനാണ് വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ മേലെ പോയതെന്ന് വിശദീകരിക്കാൻ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് പറ്റുമോ? 3 ദിവസം മുമ്പാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി വിവരം പറഞ്ഞത്. ഞാൻ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ വില വർധനവ് വന്നിരിക്കുന്നത് എന്ന്? വെളിച്ചെണ്ണയ്ക്ക് മാത്രമാണോ? ആവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ ഭീകരമായ വില. ജനങ്ങൾ അങ്ങനെ ജീവിക്കും? എല്ലാ ദിവസവും പണിക്ക് പോയാൽ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പണിയുണ്ടോ ജനങ്ങൾക്ക്? ഏത് മേഖലയിലാണ് പണിയുള്ളത്? ഇന്നലെ നമ്മൾ ആ ചൂരൽമലയിലെ ആളുകളുടെ പ്രയാസങ്ങൾ കേട്ടപ്പോ അവര് പങ്കുവച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു മഴ വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രളയം വന്നാൽ, അല്ലെങ്കിൽ ഒരു മഴയുടെ സാധ്യത കണ്ടാൽ സർക്കാർ അവധി പ്രഖ്യാപിക്കും. സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇപ്പൊ ഈ സാധാരണ പണിക്ക് പോകുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന് പണിക്ക് പോകാൻ പറ്റില്ല. അവരെങ്ങനെ ജീവിക്കും? അതടക്കം എത്രയോ പ്രതിസന്ധികളെ സംബന്ധിച്ചാണ് ഇന്നലെ അവർ ചർച്ച ചെയ്തത്. നമ്മളുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ NH-ന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ അതിനകത്തെ അഴിമതിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇടിഞ്ഞു വീഴുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഇരുപുറവും ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതം പടുത്തുയർത്തിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഓട്ടോ ഓടിച്ചിട്ടായാലും, ചെറുകിട കച്ചവടം നടത്തിയിട്ടായാലും, വഴിയോര കച്ചവടം നടത്തിയിട്ടായാലും, അങ്ങനെ ചെറിയ ചെറിയ പണികൾ നടത്തി ഈ തെരുവുകളെ ഇരുപുറവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരുടെ നഷ്ടങ്ങൾക്ക് ആരുത്തരം പറയും? ആരതിന് പരിഹാരം കാണും? ആരവരുടെ പുനരധിവാസം നിർവഹിക്കും? അങ്ങനെ അടക്കം എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. നിർമ്മാണ മേഖലയിൽ പണിയെടുത്ത് പെൻഷൻ പറ്റി. നിർമ്മാണ മേഖലയിൽ പണിയില്ല ഇന്നത്തെ കാലത്ത്, നിങ്ങൾക്കറിയാം. ചെറുകിട മേഖലയിൽ ഒന്നും പണിയില്ല. നമ്മുടെ നാട്ടില് ഈ സാധാരണക്കാരൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു പണിയും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് പണിയില്ലാതെ എങ്ങനെയാണ് അവർക്ക് അത്യാവശ്യമുള്ള പണികൾ ചെയ്യിക്കാൻ പറ്റുക? പക്ഷെ വൻകിട പണികൾ നടക്കുന്നുണ്ട്. നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും സിമന്റ് അടക്കമുള്ള നിർമ്മാണ സാധന സാമഗ്രികൾക്ക് വില വർദ്ധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റെവിടെയോ ഒരു മാർക്കറ്റ് ഓപ്പണായി കിടക്കുന്നതാണ് അതിനർത്ഥം. അതാണ് ഈ വൻകിട നിർമ്മിതികൾ. നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാണെന്ന് സാധാരണ തൊഴിലാളികൾ പറയുമ്പോഴും നമ്മൾ കാണുന്നത് സിമന്റ് അടക്കമുള്ള സാധനങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദാനിയെ പോലുള്ള ആളുകൾ പുതിയ പുതിയ വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു, സിമന്റ് അടക്കമുള്ള വ്യവസായങ്ങളിലേക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യം മറുവശത്തുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കാൻ പറ്റാതെ പെൻഷൻ പറ്റിയ ആളുകളുണ്ട്. ഇവരെല്ലാം പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് 50 രൂപ വെച്ച് പ്രതിമാസം കൊടുത്തിട്ടുണ്ട് സർക്കാരിന്. സർക്കാർ പെൻഷൻ കൊടുക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ 18 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല. 1600 രൂപയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഈ 1600 രൂപ കൊടുത്തിട്ടില്ല. 18 മാസത്തെ കൊടുക്കാനിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ഒരു മാസം ജൂലൈ മാസത്ത് കൊടുത്തിരിക്കുന്നത്. ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഞാനിത് പറഞ്ഞത് ഈ വൻകിട പ്രോജക്റ്റുകളെ കുറിച്ച്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് സർക്കാർ അന്വേഷിച്ചു പോകുന്നതിന് മുൻപ്, അതിനു വേണ്ടിയിട്ട് ഈ സകല പ്രയത്നവും ഊർജ്ജവും ചെലവഴിക്കുന്നതിന് മുൻപ് വളരെ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതും ചെയ്യേണ്ടതുമായ വിഷയങ്ങളുണ്ട്. അത് നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. മനുഷ്യനെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്.